ഹലോ ഗൈസ്, നമുക്കിന്ന് മുസാഡ് ഉണ്ടാക്കാം. ഡിഷിനൊക്കെ വേണ്ടിയിട്ട് പോർക്ക് ഇത് ചെയ്യുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് ഇടുന്നതാണ് മുസാഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് വളരെ ശരീരത്തിന് നല്ലതാണ്, ദഹനക്കേടിനും ഒക്കെ വളരെ നല്ല ഇതാണ്. മുരിങ്ങാത്തൊലിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ പറയുക. ഇതേണ്ട ഒരാൾ വന്നു. നിന്നെ വേണോ? നിന്നെ കാണിക്കണോ? അപ്പം എല്ലാവരും വന്ന് ഒന്ന് കാണുക, അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പം മുരിങ്ങ തൊലിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ ഒരു ചെറുതായിട്ടൊരു ഇറച്ചിക്കറിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ പറയുക. എൻ്റെ ചാനലിൻ്റെ പേര് സൂപ്പർ സിമി എന്നാണ്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഇത് ചെയ്യാത്ത ആളുകൾ വീണ്ടും ചെയ്യണം കേട്ടോ. ഉണ്ടോ കയറി നിൽക്കണുണ്ടോ? അപ്പം നമുക്ക് മുസാഡ് ഉണ്ടാക്കാനായിട്ട് പോവാം. വരൂ കൂട്ടുകാരെ. നമുക്ക് മുസാഡ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മുരിങ്ങയുടെ തൊലിയാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ആ പുറത്തെ തൊലി ചീവി ചെറിയ കട്ട് ചെയ്ത് പീസുകളായിട്ട് ജാറിലേക്ക് ഇടാം. അത് ഞാനിത് ചീവി എടുക്കട്ടെ. തൊലിയിടാം. മരവിച്ച് പുറത്തിരിക്കുന്ന ഇതുണ്ടല്ലോ, ഇത് ഈ മുരടിച്ചിരിക്കുന്നത് അതാണ് ചീവി കളയേണ്ടത്. ഉണ്ടോ, പച്ച കളറ് വരണം. മരത്തിലേക്ക് കയറി ചീവരുത് കേട്ടോ. അതിൻ്റെ തൊലി മാത്രം ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ചെത്തി ഇങ്ങനെ എടുക്കണം. മരത്തിലേക്ക് പോകണം, അവിടെ വീണ്ടും തൊലി നന്നായിട്ട് വന്നോളും.
കണ്ടോ, നന്നായിട്ട് ചീവി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിനൊരു ചെറിയൊരു നോളപ്പോട് കൂടിയിട്ടുള്ള ചെറുതായിട്ട് ഒരു പശപ്പുണ്ട്, അതൊന്ന് കഴുകിക്കളഞ്ഞു. അത് മാത്രമല്ല മരത്തിൻ്റെ തൊലിയല്ലേ പല ഇതൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ചീവിക്കളയണം. ഇത് നമുക്കിതിലേക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇടാം. പോർക്ക് കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ അതിലാണ് കൂടുതലും മുസാഡ് ഉപയോഗിക്കുന്നത്. പോർക്ക് കറിക്ക് ദഹനക്കേട് അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുസാഡ് അതിൻ്റെ കൂടെ ഈ ഐറ്റമൊക്കെ ചേർക്കും. പണ്ടൊക്കെ ഡിഷ് വെക്കുമ്പോഴത്തേക്കും അതിൽ പോർക്കിൻ്റെ പീസ് ഉണ്ടാവും, അതിലൂടെ മസ്റ്റായിട്ടും ഈ മുസാഡ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് പോർക്കിൻ്റെ പീസ് കഴിക്കുന്നത് ഈ മുസാഡിൽ മുക്കിയിട്ടാണ്. നമുക്ക് സ്റ്റൗ കത്തിക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഞാനൊരു ഇത്രയും മൂടിക്കുള്ള കടുക് എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ചെറിയ തീയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ, അതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. അതിന് വേണ്ടി സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ചൂടിലൊന്ന് ഇത്തിരി നേരം ഇരിക്കട്ടെ, അപ്പോഴേക്കും ആ തൊലി കളയാനുള്ള പാകം ഇതിനുള്ള ചൂടുണ്ടാവും, ചൂടായിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ആ ചട്ടി തന്നെ ഇരുന്നൊന്ന് ആവുക കേട്ടോ. മുരിങ്ങയുടെ തൊലി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിയാമ്പ്, കറുവപ്പട്ട, പിന്നെ ചോർക്ക, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് ഇതിലേക്ക് തൊലി ചേർത്തിട്ടുണ്ട്, മുരിങ്ങയുടെ തൊലി ചേർത്തിട്ടുണ്ട്, പച്ചമുളക് ചേർത്ത് കൊടുക്കാം.
ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിടാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കറിയാമ്പ് ചേർത്ത് കൊടുക്കാം. കറുവപ്പട്ട ഒന്ന് കല്ലേലൊന്ന് ചതച്ചിട്ടിടാം. കറുവപ്പട്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ അധികം ഉപ്പ് എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് ആയതുകൊണ്ട്. ആപ്പിൾ സിറ വിനീഗറാണ് ഞാൻ ചേർക്കുന്നത്. ഏത് വിനീഗർ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. കടുക് വറുത്തതിൻ്റെ കണ്ടോ, ഇതുപോലൊരു കപ്പ് എടുത്തിട്ട് അതുകൊണ്ട് ഈ ചട്ടി തന്നെ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതി. അല്ലാതെ അതിൻ്റെ അത് നന്നായിട്ട് പോകുന്നുണ്ട് തൊലി. നമുക്കറിയാവുന്ന വിധത്തിൽ കളയാം കേട്ടോ. ഈ ചട്ടിയിൽ തന്നെ എളുപ്പത്തിൽ അങ്ങനെ ചെയ്ത് നോക്കാം. ഇതുപോലെ കളഞ്ഞെടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് പേപ്പറിനെ പോലെ ആക്കിയിട്ട് ഒന്ന് ഇങ്ങനെ ഊതി കളഞ്ഞാൽ മതി. അപ്പം ആ തൊലി പറന്ന് പൊക്കോളും. കണ്ട, കടുക് നന്നായിട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇടാം.
നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് കുറച്ചും കൂടി ഒന്ന് ചോർക്ക് ഒഴിക്കുകയാണ്. വേറെ നമ്മൾ വെള്ളം ചേർക്കില്ലല്ലോ. നമുക്ക് അത് പേസ്റ്റ് ആക്കി എടുക്കാം. കണ്ടോ, നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, മുസാഡ് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. വയറിന് അസ്വസ്ഥതകളുള്ള ആളുകൾക്കൊക്കെ വളരെ ഇതാണ് കേട്ടോ. ഇറച്ചിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ദഹനക്കേടിൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഇത് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. പോർക്ക് ഇറച്ചിയൊക്കെ ചെയ്യുമ്പോൾ ഇത് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ആ മുസാഡ് മിക്സി കഴുകിയ വെള്ളമൊക്കെ ഇട്ടിട്ട് നമുക്കൊരു ചെറിയൊരു ഇറച്ചിക്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടി എടുത്തിരിക്കുന്ന സവാളയാണ്. നമുക്ക് സവാള ഇടാം. നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. വേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉലുവ. ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ഏലക്ക. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം.
കുറച്ച് മല്ലിപ്പൊടി. എളുപ്പത്തിന് വേണ്ടി ഞാൻ എല്ലാം കൂടി ഇട്ട് താളിക്കാൻ പോവാണ്. ഉള്ളി നന്നായി മൂക്കോളും അവിടെ നിന്ന് തന്നെ ഇളക്കി മൊരിച്ചാൽ മതി. മുളക് പൊടി, ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓണാക്കാം. നമുക്കിത് മൊരിയുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്ത് മൊരിച്ചെടുക്കാം. നല്ലൊരു മസാലയാക്കിയെടുക്കാം. സവാള ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ആ പൊടിയൊക്കെ മൂത്തതിൻ്റെ നല്ല മണമുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മിക്സിയിൽ മുസാഡ് ഉണ്ടാക്കിയല്ലോ അതിൻ്റെ മിക്സി കഴുകിയ വെള്ളം ചേർക്കാം. കേട്ടോ, നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇറച്ചിയിട്ട് കൊടുക്കാം. ആ ഗ്രേവിയിൽ കിടന്ന ഒന്നായിട്ട് ടേസ്റ്റൊക്കെ ഇറച്ചിയിലേക്കും കൂടി പിടിക്കുന്നേ. മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ഇട്ട് പുഴുങ്ങി വെച്ചതാണ് ഇറച്ചി. ചൊറുക്കൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് അതിലേക്ക് പ്രത്യേകിച്ച് വേറെ പുളികൾ ചേർക്കണമെന്നില്ല. ഇതിങ്ങനെ നേരിയ തീയിലൊന്ന് മസാലയൊക്കെ ആ ഇറച്ചിയിലേക്കും കൂടെ ഒന്ന് പിടിക്കട്ടെ കേട്ടോ. അതുവരെ ഒന്ന് ചൂടാക്കി ഓഫ് ചെയ്തിടാം. കണ്ടോ, അത് നന്നായിട്ട് വറ്റി കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, മുരിങ്ങയുടെ തൊലിയും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം അതൊന്നും വെറുതെ വേസ്റ്റായിട്ട് കളയണ്ട, ശരീരത്തിന് നല്ലതാണല്ലോ. അതുകൊണ്ടാണ് ഞാനത് ഇതിൽ ചേർക്കാമെന്ന് വെച്ചത്. അപ്പം അത് നമ്മളെല്ലാം മിക്സി ഒക്കെ കഴുകി എല്ലാവരും കളയുമല്ലോ. അപ്പം അങ്ങനെയൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ലാതെ നമ്മൾ അടുത്ത കറിയിലേക്ക് നമുക്കതൊക്കെ ഉപയോഗിക്കാം. എന്നുവെച്ചാൽ മുസാഡ് നമ്മളത് ക്രീമായിട്ടാണല്ലോ എടുക്കണം. അപ്പോൾ അതിൻ്റെ മിക്സി കഴുകിയ വെള്ളം നമുക്ക് വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ മിക്സിയിലൊക്കെ ഒത്തിരി പിടിച്ചിരിപ്പുണ്ടാവും. അപ്പം അതൊന്നും നല്ലൊരു ഗ്രേവിയാണത്. അപ്പം അത് വേസ്റ്റാക്കി കളയാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ചെയ്തു. അതുപോലെ എല്ലാവരും ചെയ്യുക കേട്ടോ. അപ്പോൾ ഒന്നും നമ്മൾ വേസ്റ്റാക്കി കളയണം. നല്ല നല്ല സാധനങ്ങളല്ലേ, ശരീരത്തിന് നല്ലതായിട്ടുള്ള സാധനങ്ങളാണല്ലോ. അപ്പോൾ ഒന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, ബൈ, താങ്ക് യു.